ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫോർത്ത് മോഡ്യൂളാണ്. അപ്പം നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫോർത്ത് മോഡ്യൂൾ എടുക്കുകയാണെങ്കിൽ ആസ് പെർ സിലബസ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യണം. അപ്പം നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് ഏതൊക്കെയാണ് കവർ ചെയ്യാനുള്ളത് എന്നുകൂടി നോക്കിയിട്ട് പോവാം. സോ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് എന്നുള്ളത് നോക്കണം. സോ അതിനകത്ത് എന്താണ് സ്റ്റേക്ക് ഹോൾഡർ, എന്താണ് പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത്, ഇനി എങ്ങനെയാണ് നമ്മൾ അവരെ എൻഗേജ് ചെയ്യിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് ഓക്കെ ആകും. ഇനി രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ കമ്മ്യൂണിക്കേഷനാണ്. സോ ഡിസാസ്റ്റർ കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ഇമ്പോർട്ടൻസ്, മെത്തേഡ്സ്, ബാരിയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ്. ഇനി ക്രൈസിസ് കൗൺസിലിംഗ്, ഇതെല്ലാം ഈ പറയുന്ന ഇതിനകത്ത് കയറി വരുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ കപ്പാസിറ്റി ബിൽഡിംഗ്. അപ്പോൾ ഈ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നോക്കിയതാണ്. അപ്പോൾ കപ്പാസിറ്റി ബിൽഡിങ്ങിനകത്ത് എന്തൊക്കെ വരും? അതിൻ്റെ കൺസെപ്റ്റ് വരും, അതിനകത്ത് സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് വരും, പിന്നെ എന്തൊക്കെ വരും? കപ്പാസിറ്റി അസസ്മെൻറ്റ് വരും, സ്ട്രെങ്തനിങ് കപ്പാസിറ്റി ഫോർ റെഡ്യൂസിങ് റിസ്ക്. ഇത്രയും കാര്യങ്ങളാണ് ഫോർത്ത് മോഡ്യൂളിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ മെയിൻലി 4 ഏരിയസ് കവർ ചെയ്യും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഡിഫൈനിങ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ. നമ്മൾ എന്താണ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യും. സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ് ഉണ്ടാവും, അതിൻ്റെ ആവശ്യമായിട്ടുള്ള ബേസിക് സ്റ്റെപ്സും കാര്യങ്ങളും വരും. ഇനി മെത്തേഡ്സ് ആൻഡ് ടൂൾസ് ഫോർ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ വരും. ഫൈനലി ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇഷ്യൂ ബേസ് ചെയ്ത് അതിനെ സമ്മറൈസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് കംപ്ലീറ്റ് ആവുന്നത്? പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത്. Regarding stakeholder participation, many guidelines have been issued both nationally as well as internationally. അപ്പോൾ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അതേപോലെ അവരുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും. ഈ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ വി ക്യാൻ സേ ലൈക്ക് international development institutions and partners have recognized that stakeholder participation is an essential process for the achievement of its overarching objectives of poverty reduction and sustainable development. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പോവർട്ടി റിഡക്ഷന് വേണ്ടിയിട്ടും ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും എന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്? ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് കോമൺലി അക്സെപ്റ്റബിൾ ഫാക്റ്റ് ആണ്. ഇനി സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ അപ്രോച്ചസ് ഹാവ് ബീൻ ഷോൺ ടു എൻഹാൻസ് പ്രോജക്റ്റ് ക്വാളിറ്റി, ഓണർഷിപ്പ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. സോ ഇതിന് മാത്രമല്ല, നമ്മൾ ഏതിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ അൺഅവോയ്ഡബിൾ പാരാമീറ്റർ in enhancing project quality, ownership as well as sustainability. It is also a means to empower targeted benefits. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആരെയൊക്കെ ഇത് മെയിൻലി ബെനിഫിറ്റ് ചെയ്യും? പെർട്ടിക്കുലർലി ദി വിമൻ ആൻഡ് ദ പുവർ പീപ്പിൾ, ആൻഡ് ടു കോൺട്രിബ്യൂട്ട് ദ ലോങ് ടേം കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി. ഹെൻസ് ഇറ്റ് ഡീൽസ് വിത്ത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എഡ്യൂക്കേഷൻ. സോ ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ശരിക്കും ഈ ഒരു സ്ലൈഡിൽ പറയണത്. അപ്പോൾ എന്താണ് പറയണത്? സോ ഈ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ മോണിറ്ററൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ അച്ചീവ്മെൻറ്റ്സും അല്ലെങ്കിൽ അതേപ്പറ്റി ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് തന്നെ നമുക്കുണ്ട്. സോ മെയിൻലി ഈ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ എന്തിനു വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? പോവർട്ടി റിഡക്ഷൻ, അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഒരു പ്രോജക്റ്റിൻ്റെ ക്വാളിറ്റി, ഓണർഷിപ്പ്, അതേപോലെ സസ്റ്റൈനബിലിറ്റി, ഇതെല്ലാം ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേറൊരു കേസ് ഉള്ളത്, നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഈ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ സാധാരണ ഇറ്റ് ഈസ് യൂസ് ടു എംപവർ ദ ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ്, എസ്പെഷ്യലി വുമൻ ആൻഡ് ദ പുവർ പീപ്പിൾ. അതുമാത്രമല്ല, ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു ലോങ് ടേം കപ്പാസിറ്റി ബിൽഡിംഗ്, സെൽഫ് സഫിഷ്യൻസിക്കൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈനലി ഹെൻസ് ഇറ്റ് വിൽ ഡീൽ വിത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും? ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് അപ്രോച്ച് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് disaster risk reduction education.
So based on these methods, many development partners, they refer to the importance of stakeholder participation, and they will encourage staff to utilize a participatory approach in the day-to-day engagements with partners. So ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ്റെ മേജർ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടേഴ്സ് ആരാണോ അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സ് ആരാണോ അവരെന്ത് ചെയ്യും, ഈ പറയുന്ന അവരുടെ സ്റ്റാഫിനെ കൊണ്ട് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചിലേക്ക് പ്രോത്സാഹിപ്പിക്കും. സോ ദാറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും അവർക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി the process of bottom up participatory approach and a client responsive approach are to ensure stakeholder commitment and ownership of all interventions, especially in issues related to DRR, disaster risk reduction. സോ നോർമലി നമുക്ക് ഇത് എടുക്കുവാണെങ്കിൽ നമുക്ക് ടോപ്പ് ഡൗൺ അപ്രോച്ചും ഉണ്ട്, ബോട്ടം അപ്പ് അപ്രോച്ചും ഉണ്ട്. സോ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പാർട്ടിസിപ്പേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോട്ടം അപ്പ് അപ്രോച്ചിലാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ബോട്ടം അപ്പ് അപ്രോച്ചാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൂടുതലും, അല്ലെങ്കിൽ അതാണ് കുറച്ചും കൂടി എന്താണ് ടോപ്പ് ഡൗൺ അപ്രോച്ചിനേക്കാളും കുറച്ചുകൂടി എന്താ പറയുക നമുക്ക് എഫക്റ്റീവ്നെസ് ഉള്ളതെന്ന് പറയാം ഇൻ ദ കേസ് ഓഫ് DRR. Thus, this portion seeks to emphasize the need for the shift to an approach where all stakeholders, including the target beneficiaries of civil society, the donor community, and agencies involved from the outset of program design through to implement, monitor, and evaluation. സോ ഈ കാര്യങ്ങളിലേക്കാണ് ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ഊന്നൽ കൊടുക്കുന്നത്. സോ ഫസ്റ്റ് വൺ, സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ. എന്താണ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് നോക്കാം. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ ഇൻവോൾവ്മെൻറ്റ്, ഇതൊക്കെ വേറെ വേറെ ടേംസ് ആണ്. പാർട്ടിസിപ്പേഷൻ, എൻഗേജ്മെൻറ്റ്, ഇൻവോൾവ്മെൻറ്റ്, they are oftenly used interchangeably in relation to the interactions between two or more stakeholders in policy making, development projects, organizational management, and decision making in disaster risk reduction, education. So ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് എന്ത് stakeholder participation എന്ന് പറയുന്നത്. And the stakeholder participation is the involvement of interest group representatives of either locally affected communities, national or local government authorities, politicians, civil society based organization, and businessmen in the planning or decision making process. So ഇവരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് ശരിക്കും എന്ത് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷനിൽ വരുന്നത്. അപ്പം ഫസ്റ്റ് വൺ, മീനിങ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ. എന്താണ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ നോക്കാം. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് people with common interest, that is common interest ഉള്ള ആൾക്കാരെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സോ പീപ്പിൾ വിത്ത് കോമൺ ഇൻട്രസ്റ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് ഷെയർ കൺട്രോൾ ഓവർ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ്, ഡിസിഷൻ ആൻഡ് റിസോഴ്സസ് ദാറ്റ് അഫക്ട് ദം. അവരെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അതിനകത്ത് കോമൺ ആയിട്ട്, അതായത് എല്ലാ ആൾക്കാർക്കും ഒരേ വിഷയങ്ങളായിരിക്കില്ല, ബട്ട് എ മാസ് ഓഫ് ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് ചിലപ്പോൾ കോമൺ ഇഷ്യൂസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ എടുക്കുവാണെങ്കിൽ ഫ്ലഡഡ് കണ്ടീഷൻ. സോ ആ ലൊക്കാലിറ്റീനെ സംബന്ധിച്ച് എന്താണ്, ആ ഫ്ലഡ് വരുന്നത് അല്ലെങ്കിൽ ഹെവി റെയിൻ ഉണ്ടാവുമ്പോൾ ഫ്ലഡ് ഉണ്ടാവും എന്ന് പറയുന്ന അവരുടെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ. സോ അതിനെയാണ് നമ്മൾ അങ്ങനെ എല്ലാവരും അത് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ച് വന്ന് അല്ലെങ്കിൽ അവർ ഡിസ്കസ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് ഇനീഷ്യേറ്റീവ്സും അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ഇത് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ. And the participatory development is defined as the process in which people are proactively and significantly involved in all decision making process that affect their lives. അൺസ്റ്റീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ശരിക്കും ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ്റെ മോഡൽസും കാര്യങ്ങളും ഒന്ന് ഡെപ്പിക്റ്റ് ചെയ്തത്. സോ ഇറ്റ് ഈസ് മെയിൻലി നോൺ ഇൻ ദ നെയിം ഓഫ് ദാറ്റ് സയൻറ്റിസ്റ്റ്, ദാറ്റ് ഈസ് ഏൺസ്റ്റീൻസ് ലാഡർ ഓഫ് സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ. സോ ഈ ഒരു
സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ്റെ ലാഡർ ഉണ്ടല്ലോ, സോ ഇത് തന്നെയാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ആ മോഡലിംഗ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് എടുക്കുവാണെങ്കിൽ ഒരു 8 റങ്സ് കാണാൻ പറ്റും. ഇങ്ങോട്ടേക്ക് വരുമ്പം അതിൻ്റെ ഡിഫറെൻറ്റ് ഓരോ റങ്സിൻ്റെയും അതായത് 8 കാറ്റഗറീസ് എന്ന് പറയാം. അപ്പോൾ മാനിപ്പുലേഷൻ തെറാപ്പി, ഇൻഫോമിങ്, കൺസൾട്ടേഷൻ, പ്ലക്കേഷൻ, പാർട്ട്ണർഷിപ്പ്, ഡെലിഗേറ്റഡ് പവർ, സിറ്റിസൺ കൺട്രോൾ. സോ ഇതിനെയെല്ലാം ഫെർദർ അടുത്ത ലെവലിലേക്ക് വരുമ്പം പവറിൻ്റെ ബേസിസിൽ കാറ്റഗറൈസ് ചെയ്യുമ്പം 3 കാറ്റഗറീസായി ഡിവൈഡ് ചെയ്യാം. So therapy and manipulation will comes under non-participation level, and placation and consultation as well as informing, it will comes under tokenism, and the rest 3 comes under citizen power. ഇനി ഓരോന്നിലും ഉള്ള പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണെന്നും കൂടെ നോക്കാം. ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പേഷൻ, ഇറ്റ് ഈസ് എ പാസീവ് ഓർ എ ഫോൾസ് പാർട്ടിസിപ്പേഷൻ. അതിനകത്ത് പാർട്ടിസിപ്പേഷൻ മെത്തേഡ് ഉണ്ടാവില്ല. ഇതൊരു ഇൻറ്ററാക്റ്റീവ് ആണ്, ഇതൊരു ഫങ്ഷണൽ പാർട്ടിസിപ്പേഷൻ ആണ്. ഇനി കമ്മിങ് ടു ദ സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് പാർട്ടിസിപ്പേഷൻ എടുക്കുവാണെങ്കിൽ, ദിസ് ഇസ് സംവാട്ട് ലൈക്ക് എ കമ്മ്യൂണിറ്റി ഫോർം ഓഫ് മീഡിയ ആയിരിക്കും. ദാറ്റ് ഈസ് നോട്ട് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു. അടുത്ത് ഇൻറ്ററാക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ഒരു ഫോറമിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും. അതായത് ഒരു മാസ് കമ്മ്യൂണിറ്റിയിൽ ഒരു സ്ക്രാച്ച് ലെവലിൽ നിന്നല്ല, ഒരു ഹയർ ലെവലിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ സിറ്റിസൺസ് ജൂറി ഉണ്ടാവും. സോ ദേ ഫോക്കസ് ഓൺ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇനി കമ്മിങ് ടു ഫങ്ഷണൽ പാർട്ടിസിപ്പേഷൻ എടുക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോജക്റ്റ് ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ടീം വർക്ക് ഉണ്ടാവും. സോ അതിൻ്റെ ഒരു കളക്റ്റീവ് ഡിസിഷൻ ആയിരിക്കും. So this represents the ladder of citizen participation. ഈ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ മോഡൽ ചെയ്യുന്നത്. സോ ഇതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, തൊട്ട് മുന്നത്തെ PPT-യിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. സോ അതിനകത്ത് നമ്മൾ പറഞ്ഞു കോളം 2 and 3 it explains the interaction between the power structures of the society which makes participants who have the power to influence change to do so through the process of a non-decision making. ഇനി ഇതിനകത്ത് 8 റങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ തന്നെയാണ് സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. The first and the second stairs corresponding to non-participation as the degree of participation of the power to influence the basis of participation is weak. This is because mere education through manipulation or curing participants of a misconception does not enlist them into the power structure that has the direct bearing on change. And the third and the fourth as well as the fifth stairs, they deals with opportunities for citizens to hear and be heard, engage in consultative bargaining, and to be appeased of a grievance. And this corresponds to the degree of tokenism as the level of influence. And the 6th, 7th and 8th stairs border on partnership ഉണ്ടാവും. അതിനകത്ത് എന്തൊക്കെയാണ്, ഡെലിഗേറ്റഡ് പവർ ആവും, സിറ്റിസൺ കൺട്രോൾ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഫോർമേഷൻ ഫോർമലൈസസ് ദ പാർട്ടിസിപ്പേറ്ററി പ്രോസസ് ബിറ്റ്വീൻ ദ ഓർഡിനറി സിറ്റിസൺസ് ആൻഡ് ദ പവർ ഹോൾഡേഴ്സ് ത്രൂ എൻഹാൻസ്ഡ് നെഗോഷിയേഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ് ഇൻ ട്രേഡ് ഓഫ്. സോ ഈ ഒരു ബേസിസിലാണ് പാർട്ട്ണർഷിപ്പൊക്കെ ഫോം ചെയ്യുന്നത്. സോ ഇതെല്ലാം വരുന്നത് ആ 6, 7, 8 റങ്സിലാണ്. നെക്സ്റ്റ് വൺ, meaning and forms of stakeholder participation. Stakeholders are people or communities who may be directly or indirectly, positively or negatively affected by the outcomes of projects, programs or no initiatives such as DRR education. And the 3 basic forms of stakeholders are, ഒന്നെന്ന് പറയുന്നത് പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ, രണ്ടാമത്തെ സെക്കൻഡറി ആൻഡ് മൂന്നാമത്തെ കീ സ്റ്റേക്ക് ഹോൾഡർ. അപ്പോൾ ഫസ്റ്റ് വൺ, പ്രൈമറി സ്റ്റേക്ക് ഹോൾഡർ. They are the beneficiaries of a development intervention or those directly affected, either positively or negatively by it, which includes the local population in the program area or the project area, in particular such as the poor or the marginalized people who have traditionally been excluded from
participating in different development efforts. So പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ പ്രോഗ്രാം ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അത് ഇൻഡിവിജ്വൽസ് ആവാം, കമ്മ്യൂണിറ്റീസ് ആവാം. ഒരു പക്ഷേ അവർ ഡയറക്റ്റായിട്ട് അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധീകരിച്ച ആരെങ്കിലും ഈ പറയുന്ന ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. സോ ഇൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡ്, ഈ ഒരു പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സിനകത്ത് എന്തൊക്കെ വരും? ഹോം ഓണേഴ്സ് വരും, റെൻറ്റേഴ്സ് വരും, ഹോംലെസ് പേഴ്സൺസ് വരും, കമ്മ്യൂണിറ്റി ബേസ്ഡ് സ്മോൾ സ്കെയിൽ ബിസിനസ് വരും. നെക്സ്റ്റ് വൺ സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? അവർ ഡയറക്റ്റായിട്ട് അഫക്റ്റഡ് ആവില്ല, ദേ വിൽ ബി അഫക്റ്റഡ് ഇൻഡയറക്ട്ലി, which includes the government, line ministry, project staff, implementing agencies വരും, local governments, civil society based organization, private sector firms and other development agencies ഒക്കെ ഇതിനകത്ത് വരും സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. അപ്പോൾ നേരിട്ട് ഇൻവോൾവ് ആവുന്ന കാര്യങ്ങൾ നേരിട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരെ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ എന്താണ്? നാഷണൽ ഫയർ സർവീസ് ഉണ്ട്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഘാന എഡ്യൂക്കേഷൻ സർവീസ്, മിനിസ്ട്രി ഓഫ് ലോക്കൽ ഗവൺമെൻറ്, റൂറൽ ഡെവലപ്മെൻറ്റ്, ലോക്കൽ ഗവൺമെൻറ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എക്സെട്ര ഇതിൽ വരും, സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ വരും. നമ്മളിത് കോമൺ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, നാഷണൽ ലെവലിലല്ല പറയുന്നത്, ഇത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സിനകത്ത് എന്തൊക്കെ വരും? ദിസ് ഗ്രൂപ്പ് ക്യാൻ സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ടു ദ സക്സസ് ഓഫ് ദ പ്രോജക്റ്റ് ത്രൂ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആൻഡ് പവർ. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ പവർ ആസ് വെൽ ആസ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഉണ്ടാവും. സോ അതിൻ്റെ ബേസിസിൽ അവരെന്ത് ചെയ്യും? അത് ഈ പ്രോജക്റ്റിനെ നല്ലൊരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഇൻ ദ ലോക്കൽ, റീജിയണൽ ആൻഡ് നാഷണൽ സ്കീം, കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കുഡ് ഇൻക്ലൂഡ്, അതിനകത്ത് എന്തൊക്കെ വരും? നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ, മിനിസ്ട്രി ഓഫ് ലോക്കൽ ഗവൺമെൻറ് ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, മെട്രോപൊളിറ്റൻ, മുനിസിപ്പൽ, ഡിസ്ട്രിക്ട് അസംബ്ലീസ്. അപ്പോൾ ഇവരല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ DRRന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നത്. സോ ദിസ് വിൽ കംസ് അണ്ടർ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. A key element in stakeholder participation is the ability to identify stakeholders, their needs, interest, relative power, potential impact on the intended endeavor in the people-centered fashion. സോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള നമ്മൾ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? അതിന് അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ അർഹതപ്പെട്ട ആൾക്കാർ, അത് അതേപ്പറ്റി കൂടുതൽ സംസാരിക്കുക, അല്ലെങ്കിൽ അതേപ്പറ്റി അവരുടെ വ്യൂ പോയിൻറ്റ്സ് അറിയിക്കുക. പിന്നെ എന്ത് ചെയ്യുക? അത് നമുക്ക് ഹയർ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് എത്തിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ആസ് എ ക്രോസ് കട്ടിംഗ് ഇഷ്യൂ. സോ വി ക്യാൻ സേ ലൈക്ക് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അതിനകത്ത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് അല്ലേ? സോ ഇനി ഇതെല്ലാം നമ്മൾ എടുക്കുമ്പോഴും കുറേ കാര്യങ്ങൾ കൺസേൺ ആയിരിക്കണം. ഒന്ന് ജെൻഡർ ഇക്വിറ്റി വേണം, ഗുഡ് ഗവേണൻസ് വേണം, എക്സ്പാൻഡഡ് പാർട്ട്ണർഷിപ്പ് വിത്ത് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് വേണം, സസ്റ്റൈനബിൾ പോവർട്ടി റിഡക്ഷന് വേണ്ടിയിട്ട് ഊന്നിക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, എൻഹാൻസിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്, അതേപോലെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. ഇത്രയും ക്രൈറ്റീരിയൻസിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. സോ ഇത്രയും നമ്മുടെ മെയിൻ കൺസെപ്റ്റ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ എഫക്റ്റീവ് വേസ് ഓഫ് പ്രൊമോട്ടിംഗ് സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ഇൻ DRR. അപ്പോൾ ഒരു DRRന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വൺ കപ്പാസിറ്റി ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ എന്താ കപ്പാസിറ്റി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ? പ്രൊവൈഡിങ് ട്രെയിനിങ്, കോച്ചിങ്, അതേപോലെ ആവശ്യമായിട്ടുള്ള ഫണ്ട്സ് ഓർ അതർ റിസോഴ്സസ് ടു മാർജിനലൈസ് ഗ്രൂപ്പ് ടു അസിസ്റ്റ് ദം ഇൻ ഓർഗനൈസിങ്, മൊബിലൈസിങ് സപ്പോർട്ട്, ഐഡൻറ്റിഫൈങ് ആൻഡ് ആർട്ടിക്കുലേറ്റിംഗ് ദർ ഇൻട്രസ്റ്റ് അല്ലേ? സോ അതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസും ട്രെയിനിങ്ങും കോച്ചിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്, സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡാണ് കപ്പാസിറ്റി ബിൽഡിംഗ്. നെക്സ്റ്റ് വൺ മാൻഡേറ്ററി റെപ്രസെൻറ്റേഷൻ. When there is a danger of exclusion, it may be useful to establish target of representation. അല്ലേ? എന്തെങ്കിലും ഒരു ഡേഞ്ചർ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഏറ്റവും
ഫേസ് ചെയ്യുന്ന ആൾക്കാരെ തന്നെ വെച്ച് നമ്മളിത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അല്ലേ. അപ്പോൾ ഒരു ഫ്ലഡ് അഫക്റ്റഡ് റീജിയൻ എടുക്കുവാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ എടുക്കുന്നതിന് പകരം ഇതൊന്നും ബാധിക്കാത്ത ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന പാർട്ടിസിപ്പേഷൻ മെത്തേഡൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതേപോലെ നമ്മളിവിടെ എന്ത് ചെയ്യണം, ടാർഗറ്റഡ് കമ്മ്യൂണിറ്റീസിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എടുത്തിട്ട് വേണം നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് ബിൽഡ് ചെയ്യാനായിട്ട്. ഓക്കെ. ഇനി സെപ്പറേറ്റ് ഇവൻറ്റ്സ്. ഇൻ സം കേസസ് ഇറ്റ് മേ ബി വാല്യുബിൾ ടു മീറ്റ് സ്പെസിഫിക് പോപ്പുലേഷൻ ഗ്രൂപ്പ് സെപ്പറേറ്റ്ലി. ചില കേസസിൽ നമ്മൾ എന്ത് ചെയ്യും, മാസമായിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. ബട്ട് സർട്ടൻ കേസസ് ഉണ്ടാവും നമ്മൾ എന്താ പറയുക, ചില ആൾക്കാരെ സ്പെസിഫിക് ആയിട്ട്, ഫോർ എക്സാമ്പിൾ പ്രായമുള്ളവരെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂസ് വരും, ലേഡീസിനെ സെപ്പറേറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഇഷ്യൂസ് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഇവൻറ്റ്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ലെവലിംഗ് ടെക്നിക്സ്. അപ്പോൾ എന്താണ് ലെവലിംഗ് ടെക്നിക്സ്? അപ്പോൾ പവർ ഡിഫറൻഷ്യൽസ് ബിറ്റ്വീൻ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്യാൻ ബി റെഡ്യൂസ് ത്രൂ ദ യൂസ് ഓഫ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ഒരു പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ഈ ഇനീഷ്യൽ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കാൻ പറ്റും. അതെന്ത് ചെയ്യും, നമ്മൾ ആൾക്കാരെ സ്കിൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇടയിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട്, സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡർ ഉണ്ട് അല്ലേ. ദേ വിൽ ബി സ്കിൽഡ് പീപ്പിൾ ആയിരിക്കും. അപ്പോൾ ഈ സ്കിൽഡ് ഫെസിലിറ്റേറ്റർ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇവരുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളും എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ. നെക്സ്റ്റ് വൺ, യൂസ് ഓഫ് ഇൻ്റർമീഡിയറീസ്. ചില കേസസിൽ ഈ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്, അതായത് ചില സ്റ്റേക്ക് ഹോൾഡർ പാർട്ടിസിപ്പേഷനിൽ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ വോണ്ട് ബി പോസിബിൾ. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ഇൻ്റർമീഡിയറ്റ് ആൾക്കാരെ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഇടയിലുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഈ റെപ്രസെൻറ്റ് ചെയ്യുന്നവരെന്ത് ചെയ്യും, ഈ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വ്യൂസും കാര്യങ്ങളും എക്സാക്ട്ലി അതേപോലെ ഈ പറയുന്ന കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെയിൻ ആൾക്കാരുടെ അടുത്ത് എന്ത് ചെയ്യണം, കൺവേ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ചില വിമൻ ഫാമേഴ്സ് ഉണ്ടാവും. സപ്പോസ് ഏതെങ്കിലും ഒരു ഫോറം നടക്കുമ്പോൾ ദേ വിൽ ബി ഐസൊലേറ്റഡ് ആൻഡ് ദേ വോണ്ട് ബി ഏബിൾ ടു മേക്ക് എ പാർട്ട് ഇൻ ദ മീറ്റിംഗ്. സോ അവരെന്ത് ചെയ്യും, അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് പരിചയമായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫീമെയിൽ എക്സ്റ്റൻഷൻ വർക്കേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ വോയിസ് ഈ പറയുന്ന ഹയർ സ്റ്റേക്ക് ഹോൾഡേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൺവേ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, ബേസിക് സ്റ്റെപ്സ് ഇൻ പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്. അപ്പോൾ മേജർ ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഐഡൻറ്റിഫൈ ദ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, access the stakeholder interest and potential impacts of the new initiative and subject of interest, access stakeholder influence and importance, and outline a stakeholder participation strategy. So ഇത്രയാണ് എൻ്റെ മേജർ ആയിട്ടുള്ള സ്റ്റെപ്സ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കീ സ്റ്റേക്ക് ഹോൾഡർ ഐഡൻറ്റിഫിക്കേഷൻ ആണ്. സോ ഇതിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും റേസ് ചെയ്യും. അപ്പോൾ ഹു ആർ ദ പ്രോഗ്രാം ആൻഡ് പ്രോജക്റ്റ് ടാർഗറ്റഡ് ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ് ഇത് അഡ്വേഴ്സ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നത്, അവരെ വൾണറബിൾ ഗ്രൂപ്പ്സിന് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ, ഈ ഒരു പ്രോജക്ട്സിൻ്റെ മെയിൻ സപ്പോർട്ടേഴ്സ് ഒപ്പോണൻസ് ആരൊക്കെയാണ്, അപ്പോൾ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യാരിങ് ഔട്ട് ആക്ടിവിറ്റീസ്, ഹു ക്യാൻ കോൺട്രിബ്യൂട്ട് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ റിസോഴ്സസ്, അതേപോലെ ഇതിനകത്ത് സക്സീഡ് ആവാൻ ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ കമ്മ്യൂണിറ്റീസിൻ്റെ ബിഹേവിയേഴ്സ് കാര്യങ്ങൾ. സോ ഇതെല്ലാം ഇതിനകത്ത് പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. സിമിലർലി വെൻ ഇറ്റ് കംസ് ടു ദ അനാലിസിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ് എടുക്കുവാണെങ്കിൽ ഇതിനകത്തും ഒരു സെറ്റ് ഓഫ് സെവറൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവും. അത് ഈ കാണിച്ചിരിക്കുന്നതാണ് ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഹൗ ഡസ് ഈച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പെർസീവ് ദ പ്രോബ്ലം അറ്റ് ഹാൻഡ്. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനർ ഉണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യനറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ എഫക്റ്റീവായിട്ടൊരു ഡിസിഷനിലേക്ക് വരുന്നത്. ഓക്കെ. ഐ തിങ്ക് യു ക്യാൻ ഗോ ടു ദിസ് ക്വസ്റ്റ്യനർ. ഓക്കെ. മൂന്നാമത്തെ കാറ്റഗറി എടുക്കുവാണെങ്കിലും സ്റ്റേക്ക് ഹോൾഡർ പ്രയോറിറ്റൈസേഷൻ എടുക്കുവാണെങ്കിലും നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ പ്രൈമറി ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് സ്റ്റേക്ക് ഹോൾഡർ ഗ്രൂപ്പ് ഇൻ ദ സക്സസ് ഓഫ് പ്രോജക്ട്സ്. സോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ കൺസേൺ തന്നെയാണ്.
സോ ഇതൊക്കെ അതിനകത്ത് വരുന്ന ഓരോരോ പോർഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മളത് ബ്രീഫായിട്ട് അങ്ങ് ഡിസ്കസ് ചെയ്ത് പോകത്തേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തേക്ക് കയറുന്നില്ല കേട്ടോ. മെത്തേഡ് ആൻഡ് ടൂൾസ് ഫോർ പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ്. സോ എന്തൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. പാർട്ടിസിപ്പേറ്ററി മീറ്റിംഗ്സ് ഉണ്ടാവും, വർക്ക്ഷോപ്സ് ഉണ്ടാവും അല്ലേ, ഇനി പാനൽ ഡിസ്കഷൻസ് അവൈലബിൾ ആയിരിക്കും. സോ എന്താണിതെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിരമിഡ് സ്കീം പാർട്ടിസിപ്പൻസ് അവൈലബിൾ ആയിരിക്കും, ഡിബേറ്റ് സ്പീക്കേഴ്സ് ഉണ്ടാവും. നമ്മൾ ഇതേപ്പറ്റി കൂടുതൽ എന്ത് ചെയ്യുന്നത്, കൂടുതൽ സെഷൻസ് ഫോറംസും ഒക്കെ കണ്ടക്ട് ചെയ്ത് അതേപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ കളക്റ്റീവായിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു സെറ്റ് ഓഫ് അനാലിസിസിലേക്ക് വരും. ഈ സെറ്റ് ഓഫ് അനാലിസിസിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്നത് അതിൻ്റെ ബേസിസിൽ. ഓക്കെ, സോ ഇതാണ് എന്ത് പാർട്ടിസിപ്പേറ്ററി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അത്യാവശ്യം ഡീറ്റെയിൽ ആണ്, നമ്മൾ ഏറെക്കുറെ എല്ലാ പോയിൻറ്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ.